അൽ ഹജ്ജുൽ മബ്റൂറു ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന. സ്വീകാര്യയോഗ്യമായ ഹജ്ജിന് വിശുദ്ധമായ സ്വർഗമല്ലാതെ പ്രതിഫലമില്ല എന്ന് മുത്തഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു. അതെ, അല്ലാഹു തആല കമനീയമായി അലങ്കരിച്ചിട്ടുള്ള സ്വർഗം പ്രതിഫലമായി നൽകുന്ന ആ വലിയ സൽക്കർമ്മമുണ്ടല്ലോ, ഹജ്ജ് കർമ്മം. ആ ഹജ്ജ് കർമ്മത്തിലെ മർമ്മപ്രധാനമായ ഭാഗം അറഫയാണ്. നജ്ദിൽ നിന്നും ഒരു വിഭാഗം ആളുകൾ മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമക്ഷത്തിൽ സന്നിഹിതരായപ്പോൾ അവർ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു, നബിയെ എന്താണ് ഹജ്ജ്? നബിയെ എന്താണ് ഹജ്ജ് എന്ന് ചോദിച്ച ചോദ്യകർത്താവിന്റെ ചോദ്യത്തിന് മുത്തുനബി നൽകിയ മറുപടി അൽ ഹജ്ജു അറഫ. ഹജ്ജ് എന്നാൽ അറഫയാണ് എന്നാണ്. ഹജ്ജിന് വിവിധമായ കർമ്മങ്ങളുണ്ട്, റുക്കിനുകളുണ്ട്. പക്ഷേ പ്രവാചകൻ പ്രാധാന്യത്തോടെ പരിചയപ്പെടുത്തിയത് അൽ ഹജ്ജു അറഫ, ഹജ്ജ് എന്നാൽ അറഫയാണ് എന്നാണ്. ആലോചിച്ചു നോക്കുക സഹോദരങ്ങളെ, അറഫയ്ക്ക് എത്രയധികം പ്രാധാന്യമുണ്ട് എന്ന്. ഹജ്ജ് എന്നാൽ അറഫയാണ് എന്ന് മറുപടി നൽകണമെങ്കിൽ അത്രത്തോളം പ്രാധാന്യമുണ്ട് അറഫയ്ക്ക്. മാത്രമല്ല, പ്രാർത്ഥനയ്ക്ക് വളരെയധികം പ്രാധാന്യമുള്ള ഒരു ദിവസം, അതാണ് അറഫ. മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അറഫ ദിവസം അവിടത്തെയുടെ സുന്ദരമായ റിസാലത്തിന്റെ കരങ്ങൾ വിഹായസിന്റെ വിരിമാറിലേക്ക് ഉയർത്തിയിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് പ്രാർത്ഥിച്ച് അവിടത്തെയുടെ ചുമലിൽ കിടന്ന ഷാള് പോലും നിലത്തേക്ക് വീഴുമ്പോ പോകുമാർ രൂപത്തിൽ അള്ളാഹുവിന്റെ ഹബീബ് പ്രാധാന്യത്തോടുകൂടി പ്രാർത്ഥിക്കുകയാണ്. അതാണ് അറഫ സംഗമത്തിന്റെ പ്രാധാന്യം. പ്രാർത്ഥനയ്ക്ക് വളരെയധികം ഇജാബത്തുള്ള ദിവസമാണെന്ന്, അള്ളാഹുവിന്റെ കാരുണ്യം വർഷിപ്പിക്കുന്ന ദിവസമാണെന്ന്, അന്ന് ചോദിക്കുന്നവരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരമുണ്ട്, അന്ന് പാപമോചനം നൽകുന്ന ദിവസമാണ്. എത്രയെത്രയോ ആളുകൾ ജീവിതത്തിന്റെ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ചെയ്തു പോയ ഒരുപാട് പാപത്തിന്റെ കറകളും പേറിക്കൊണ്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ മുമ്പിൽ പാപങ്ങൾ മൊത്തവും കഴുകിക്കളയാൻ, ഒരു പുരുഷായുസ് മൊത്തം പാപം ചെയ്തു പോയി റബ്ബേ എന്ന് ഏറ്റു പറയാൻ ഒരു വിഭാഗം ആളുകൾ ശുഭവസ്ത്രധാരികളായി ആ വിശുദ്ധമായ അറഫയിൽ വന്നെത്തുമ്പോൾ അവർ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനോട് കൈകൾ നീട്ടി അവരുടെ പാപങ്ങൾ, പാപഭംഗിലമായ ഹൃദയത്തിന്റെ വേദനകൾ അവർ താഴ്ത്തി വെക്കുമ്പോൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവർക്ക് പാപമോചനം നൽകുകയാണ്. അതുകൊണ്ടാണ് അന്നത്തെ ദിവസം ഇബ്ലീസ് അലമുറയിട്ട് കരയും, അട്ടഹസിച്ചവൻ ഓടിക്കളയുന്നതാണ്. അധാർമികതയുടെ അഴുക്ക് ചാലുകളിലേക്ക് മനുഷ്യനെ കടത്തിക്കൊണ്ടുപോകാൻ പരിശ്രമിച്ച ആ ഇബ്ലീസ് ഉണ്ടല്ലോ, ആ ഇബ്ലീസിന് അന്നത്തെ ദിവസം ഏറ്റവും വലിയ നിരാശയാണ്, അന്നത്തെ ദിവസം ഏറ്റവും വലിയ പ്രയാസമാണ്. കാരണം ഞാൻ ഇത്രയും കൊല്ലക്കാലം എന്റെ പരിശ്രമം മൊത്തവും വിനിയോഗിച്ചത് ഇവനെ പിഴപ്പിക്കാൻ വേണ്ടിയായിരുന്നു. ഞാൻ ഇവനെ അധാർമികമായ കാഴ്ചകളിലേക്കും കേൾവികളിലേക്കും ചിന്തകളിലേക്കും പ്രവർത്തനങ്ങളിലേക്കും കൊണ്ടുപോയിരുന്നു. പക്ഷേ ഇതെല്ലാം അവൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ മുമ്പിൽ ഏറ്റുപറഞ്ഞുകൊണ്ട് ഈ വെള്ള വസ്ത്രത്തിന്റെ വിശുദ്ധി പോലെ അവന്റെ പാപങ്ങൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇതാ മായ്ച്ചു കൊടുത്തിരിക്കുകയാണ് എന്ന വിഷമസന്ധിയോടുകൂടി ഇബ്ലീസ് ഓടിപ്പോകുമ്പോ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവന്റെ മാലാഖമാരെ വിളിച്ചുകൊണ്ട് സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് പറയുകയാണ്, ഓ മലായിക, നിങ്ങൾ നോക്കൂ, ശുഭവസ്ത്രധാരികളായി അറഫയുടെ മൈതാനത്ത് ഒരുമിച്ച് കൂടിയ എന്റെ പ്രിയപ്പെട്ട അടിമകൾക്ക്, അടിയാറുകൾക്ക് ഞാനിതാ പുറത്തു കൊടുത്തിരിക്കുകയാണ്, ഞാനിതാ മാപ്പ് ചെയ്തു കൊടുത്തിരിക്കുകയാണ്. നിങ്ങൾ നോക്കൂ, അവർ ത്യാഗം സഹിച്ചുകൊണ്ട് അവരുടെ ജീവിതത്തിന്റെ നല്ല ചുറ്റുപാടുകളെ മാറ്റിവെച്ചുകൊണ്ട് എന്റെ വിളിക്കുത്തരം നൽകിക്കൊണ്ട് ഈ പുണ്യഭൂമിയിൽ അവർ വന്നിരിക്കുകയാണ്. നോക്കൂ മലക്കുകളെ, അഭിമാന പുരസ്സരം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അറഫയിൽ ഒരുമിച്ച് കൂടിയ ഹാജിമാരിലേക്ക് ചൂണ്ടിക്കൊണ്ട് അഭിമാനം പറയും, അവരിദാ യർജൂന റഹ്മതി വയഖാഫൂന അദാബി. അവർ എന്റെ റഹ്മത്തിനെ പ്രതീക്ഷിക്കുകയാണ്, അവർ എന്റെ അദാബിനെ ഭയക്കുകയാണ്, അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അറഫയിൽ സംഗമിച്ച ആളുകൾക്ക് അല്ലാഹു തആല മാപ്പ് നൽകുകയാണ്. മഹാനായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രാർത്ഥിച്ചല്ലോ, അല്ലാഹുവേ ഹാജിക്ക് നീ പുറത്തു കൊടുക്കണേ, ഹാജി ആർക്കൊക്കെ വേണ്ടി പൊറുക്കലിനെ തേടുന്നുവോ അവർക്കും നീ പുറത്തു കൊടുക്കണേ എന്ന് മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ആയിരുന്നു.
പറയുന്നത്. ഹജ്ജിന് പോകാൻ കഴിയാതെ വീടുകളിൽ നാടുകളിൽ കഴിയുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ പ്രതീക്ഷയാണ്. അന്നത്തെ ദിവസം ലക്ഷോപലക്ഷം ആളുകളെ അല്ലാഹു തആല നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന ദിവസമാണ് അറഫ. പ്രിയമുള്ളവരെ, അറഫ ഒരു സാഹോദര്യത്തിന്റെ, സമാധാനത്തിന്റെ, ലോക ഐക്യത്തിന്റെ ഏറ്റവും വലിയ മനുഷ്യ മഹാസംഗമമാണ്. മഹാനായ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുന്ന് രേഖപ്പെടുത്തുന്നുണ്ട്, ഹുവ അഅ്ലമു മജാമിഇദ് ദുനിയാ, ഹുവ അഅ്ലമു മജാമിഇദ് ദുനിയാ. അറഫ സംഗമം ലോകത്തിലെ സമ്മേളനങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ മഹാസമ്മേളനമാണെന്ന് മഹാനായ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തുന്നു. അതേ ലോകത്തിൽ ഇത്രയധികം ആളുകൾ ഒരൊറ്റ ദിവസം, ഒരൊറ്റ സമയം, ഒരൊറ്റ സ്ഥലത്ത്, ഒരൊറ്റ വേഷത്തിൽ, ഒരൊറ്റ ശബ്ദത്തോടുകൂടി, ഒരൊറ്റ മനസ്സോടുകൂടി, ഒരൊറ്റ ആരാധനയിൽ കേന്ദ്രീകരിച്ചുകൊണ്ട്, ഒരൊറ്റ ഇലാഹിലേക്ക് ചിന്തകളെ പായിച്ചുകൊണ്ട് ഒരുമിച്ച് കൂടുന്ന ഒരു രംഗം ഈ ലോകത്ത് എവിടെയും കാണാനില്ല, ഈ പ്രപഞ്ചത്തിൽ എവിടെയും കാണാനില്ല. അത് കാണുന്ന ഒരു ദിവസം അത് ദുൽഹജ്ജയുടെ അറഫാ ദിവസമാണ്. ദുൽഹജ്ജയുടെ 9-നാണ്. അന്ന് അറഫയുടെ ഭൂമിയിൽ ഹാജിമാർ ഒരുമിക്കുന്നത് ഒരുമയോടുകൂടിയാണ്, ഒരേ മനസ്സോടുകൂടിയാണ്, ഒരേ വസ്ത്രത്തോടുകൂടിയാണ്. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക് ഇന്നൽ ഹംദ വൻ നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക. കറുത്തവന്റെ നാവിൽ നിന്നും, വെളുത്തവന്റെ നാവിൽ നിന്നും, സമ്പന്നന്റെ അധരങ്ങളിൽ നിന്നും, പാവപ്പെട്ടവന്റെ അധരങ്ങളിൽ നിന്നും, പണ്ഡിതന്റെയും പാമരന്റെയും ചുണ്ടുകളിൽ നിന്നും ഒരേ ഒരു ശബ്ദം മാത്രമേ കേൾക്കാനുള്ളൂ. എല്ലാവർക്കും ഒരേ ഒരു വേഷം മാത്രമാണ്. എത്ര വലിയ അധികാരിയാകട്ടെ, എത്ര വലിയ രാജാവാകട്ടെ, എത്ര വലിയ മേലാളനാകട്ടെ, എത്ര വലിയ കോടീശ്വരനാകട്ടെ, എത്ര വലിയ പണ്ഡിതനാകട്ടെ, ധരിച്ചിരിക്കുന്നത് ഒരേ നിറത്തിലുള്ള വസ്ത്രമാണ്, ഒരേ രൂപത്തിലുള്ള വസ്ത്രമാണ്. ഒരേ അല്ലാഹുവിലേക്കാണ് അവരുടെ ശബ്ദമൊത്തവും. അങ്ങനെയുള്ള ഒരു സംഗമം അത് ലോകത്ത് ഒന്നേ ഒന്ന്, ഒരു ദിവസം, ഒരേ സമയം, ഒരേ സ്ഥലത്ത്. അതാണ് അറഫ സംഗമം. ഇത് ലോകത്തിന് മാതൃകയാണ്. ഇത് ലോകത്തിന് വലിയ മാതൃകയാണ്. ഇത് മനുഷ്യന്റെ ഏറ്റവും വലിയ സാഹോദര്യത്തിന്റെ അടയാളപ്പെടുത്തലാണ്. ഇത് മനുഷ്യന്റെ ഐക്യത്തിന്റെ ഏറ്റവും വലിയ മാതൃകയാണ്. ഇന്ന് ലോകത്ത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമാധാനമാണ്. ഇന്ന് ലോകത്ത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഐക്യമാണ്. ഇന്ന് ലോകത്തിന് കിട്ടാക്കനിയായി കൊണ്ടിരിക്കുന്നത് സാഹോദര്യമാണ്. വിദ്യാഭ്യാസത്തിന് കുറവില്ല. ടെക്നോളജികൾ വളർന്നുകൊണ്ടിരിക്കുന്നു. അത്യന്താധുനിക സംവിധാനങ്ങൾ കൈവള്ളിയിൽ ഒതുക്കി പിടിച്ചുകൊണ്ട് അഹങ്കരിക്കുന്ന മനുഷ്യന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അത് അഭിമാനകരമായി ഉയർത്തിക്കാട്ടേണ്ട സാഹോദര്യമാണ്. ഐക്യത്തിന് വിലയില്ലാതായി പോയപ്പോൾ, മാനുഷിക മൂല്യങ്ങൾക്ക് മൂല്യച്യുതി സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ സമയത്താണ് ലക്ഷോപലക്ഷങ്ങൾ പല രാജ്യങ്ങളിൽ നിന്ന്, പല ഭാഷ സംസാരിക്കുന്നവർ, പല നിറത്തിലുള്ളവർ, പല സംസ്കാരങ്ങൾ നാടിൻ്റെതായി സ്വീകരിക്കുന്നവർ ഒരു ഭൂമിയിൽ ഒത്തൊരുമയോടെ ഒരുമിച്ച് കൂടിക്കൊണ്ട് ഒരു ഇലാഹിനോട് അവർ കേണപേക്ഷിച്ച് കണ്ണുനീർ വാർക്കുന്നത്. ആ സംഗമത്തിന്റെ പേരാണ് അറഫ. അതിതാ നമ്മുടെ മുന്നിലെത്തി നിൽക്കുകയാണ്. എത്ര മനോഹരമായ ചിത്രം അറഫയിലൂടെ നാം കാണണം. മാത്രമല്ല, അറഫയിൽ സംഗമിക്കുന്ന മനുഷ്യർ, സത്യവിശ്വാസികൾ വെള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് അവർ വിനയത്തോടുകൂടി അറഫയുടെ മണ്ണിൽ ഒരുമിച്ച് നിൽക്കുമ്പോൾ ഹാജിയുടെ മനോമുഖരങ്ങളിൽ തെളിഞ്ഞു വരേണ്ടത് അത് മഹ്ശറ വൻസഭയിലുള്ള സംഗമമാണ്. കാൽപാദങ്ങളിൽ ചെരുപ്പുകളില്ലാതെ സൂര്യൻ മുകളിൽ കത്തിജ്വലിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു വസ്ത്രവും ധരിക്കാതെ കഷ്ടപ്പെട്ടുകൊണ്ട് ത്യാഗം സഹിച്ചുകൊണ്ട് മഹ്ശറയിൽ ഞെങ്ങി ഞെരിഞ്ഞു നിൽക്കേണ്ട ഒരു അവസ്ഥയെ പറ്റി ചിന്തിക്കാനുള്ള ഒരു ചെറിയ മാതൃകയാണ് അറഫ മൈതാനം. ചെറിയൊരു മാതൃക. ആ മാതൃക പഠിക്കാനാണ് ഹാജി അറഫയിലെത്തുന്നത്. അറഫയിൽ സംഗമിക്കുന്ന ഹാജിമാര് അവർ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ മുമ്പിൽ വിചാരണയെ അഭിമുഖീകരിക്കേണ്ടി വരുമല്ലോ. റബ്ബേ, ഇതിനേക്കാൾ എത്രയോ ഭീകരമാണ് ആ മഹ്ശറയുടെ ഭൂമി. അവിടെ കടും ചൂടാണ്. അവിടെ മനുഷ്യർ തിങ്ങിക്കൂടി നിൽക്കുകയാണ്. അവിടെ വിചാരണയെ പ്രതീക്ഷിച്ചു നിൽക്കുകയാണ്. അതിന്റെ ഒരു ഓർമ്മപ്പെടുത്തൽ അതുകൂടിയാണ് അറഫ എന്ന് ഈ സന്ദർഭത്തിൽ നമ്മൾ മനസ്സിലാക്കണം. മാത്രമല്ല, പരിശുദ്ധമായ അറഫയുടെ ഭൂമിയിൽ അറഫ ദിവസത്തിലല്ലയോ മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ
100,000-ൽ പരം വരുന്ന തന്റെ പ്രിയപ്പെട്ട അനുചരന്മാരെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് ജബലുർ റഹ്മ പർവ്വതത്തിന്റെ സമീപത്ത് വെച്ചുകൊണ്ട് ലോകം കേട്ടിട്ടില്ലാത്ത ഏറ്റവും വലിയ മനുഷ്യാവകാശ സംരക്ഷണ പ്രഭാഷണം നടത്തിയത് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ആ പ്രഭാഷണത്തിൽ പ്രവാചകൻ പഠിപ്പിച്ചു വ്യക്തി ജീവിതത്തിന്റെ പ്രാധാന്യത്തെ പറ്റി, സാമ്പത്തിക ജീവിതത്തിന്റെ സൂക്ഷ്മതയെ പറ്റി, ഭക്ഷണ സൂക്ഷ്മതയെ പറ്റി, സാഹോദര്യത്തെ പറ്റി, ഐക്യത്തെ പറ്റി, മാനുഷിക സ്നേഹങ്ങളെ പറ്റി, മനുഷ്യാവകാശ നിയമങ്ങളെ പറ്റി ലോകം കേട്ടിട്ടില്ലാത്ത ഏറ്റവും വലിയ സന്ദേശങ്ങളായിരുന്നു മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു പോയത്. ഇന്ന ദിമാഅകും വ അംവാലകും വ അഅറാലകും അലൈക്കും ഹറാം കഹുർമത്തി യൗമികും ഹാദാ ഫീ ബലദികും ഹാദാ ഫീ ശഹരികും ഹാദാ. അള്ളാഹുവിന്റെ ഹബീബ് പറയുകയാണ്, ഇന്ന ദിമാഅകും വ അംവാലകും വ അഅറാലകും അലൈക്കും ഹറാം. ഓ സഹാബ, ഓ മനുഷ്യരെ, നിങ്ങളുടെ രക്തം പരസ്പരം നിങ്ങൾക്ക് പവിത്രമാണ്, നിങ്ങളുടെ സമ്പത്ത് പരസ്പരം നിങ്ങൾക്ക് പവിത്രമാണ്, നിങ്ങളുടെ അഭിമാനം പരസ്പരം നിങ്ങൾക്ക് പവിത്രമാണ്. നിങ്ങൾ പരസ്പരം കൊല്ലല്ലേ, നിങ്ങൾ പരസ്പരം സമ്പത്ത് അപഹരിച്ചെടുക്കല്ലേ, നിങ്ങൾ പരസ്പരം അഭിമാനത്തിന് ശതം വരുത്തല്ലേ എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നത്തെ ഈ സുന്ദരമായ സുദിനത്തിന്റെ പവിത്രത പോലെ, ഈ നാടിന്റെ മക്കാ രാജ്യത്തിന്റെ പവിത്രത പോലെ, ഈ ദുൽഹിജ്ജ മാസത്തിന്റെ പവിത്രത പോലെ നിങ്ങളുടെ അഭിമാനം സംരക്ഷിക്കപ്പെടണം, നിങ്ങളുടെ സമ്പത്ത് സംരക്ഷിക്കപ്പെടണം, നിങ്ങളുടെ ജീവൻ സംരക്ഷിക്കപ്പെടണം എന്ന ഏറ്റവും വലിയ സന്ദേശമായിരുന്നു ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നൽകിയത്. ഇന്ന് ലോകത്ത് പുതിയ മനുഷ്യാവകാശ നിയമങ്ങൾ, പുതിയ മനുഷ്യാവകാശ പ്രസ്ഥാനങ്ങളും പ്രവർത്തകരും ജീവനും സ്വത്തിനും സംരക്ഷണം വേണമെന്ന് വാദിക്കുമ്പോൾ പരിശുദ്ധ ഇസ്ലാമും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു പടി കൂടി മുന്നോട്ട് കടന്നുകൊണ്ട് ജീവനും സ്വത്തിനും മാത്രമല്ല അഭിമാനത്തിനു കൂടി സംരക്ഷണം വേണമെന്ന് പഠിപ്പിച്ച പ്രത്യയ ശാസ്ത്രമാണ് പരിശുദ്ധ ഇസ്ലാം. ഇത് സോഷ്യൽ മീഡിയ കാലഘട്ടത്തിലൂടെയാണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. വിവിധ തരത്തിൽ ധാരാളം വിഷയങ്ങളും പ്രശ്നങ്ങളും നമ്മുടെ മുമ്പിൽ കടന്നു വരുമ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ വ്യക്തിഹത്യ ചെയ്യുന്ന, മറ്റുള്ളവരുടെ അഭിമാനത്തിന് ശതമേൽപ്പിക്കുന്ന ഒരു സാഹചര്യം കടന്നു വരുമ്പോൾ പലതിന്റെ പേരിലും, അധികാരത്തിന്റെ പേരിലും, തെരഞ്ഞെടുപ്പിന്റെ പേരിലും, തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെയും വിജയത്തിന്റെയും പേരിലും, ഏതെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങളുടെ പേരിൽ വരെ അഭിമാനത്തിന് ശതം വരുത്തുന്ന, മറ്റുള്ളവന്റെ മാന്യതയെ തകർത്ത് കളയുന്ന, മറ്റുള്ളവന്റെ മനസ്സിന്റെ വേദനയെ പരിഗണിക്കാതിരിക്കുന്ന, മറ്റുള്ളവനെ പരിഹസിക്കുകയും അവനെ കൊച്ചാക്കുകയും അവനെ നിസ്സാരവൽക്കരിക്കുകയും ചെയ്യുന്ന വലിയൊരു പ്രവർത്തനം ആളുകൾക്കിടയിൽ നടന്നു വരുമ്പോൾ വിശുദ്ധ ഇസ്ലാം അതിനെ കൃത്യമായി ചോദ്യം ചെയ്യുന്നു. ഈ സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് അറഫയിൽ മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രഭാഷണം നടത്തിയത്. ആ പ്രഭാഷണത്തിന്റെ സന്ദേശം ഇന്നും ലോകത്ത് സത്യവിശ്വാസികളുടെ ഹൃദയങ്ങളിൽ മുഴങ്ങി കേട്ടുകൊണ്ടിരിക്കുന്നു. എന്റെ പ്രിയമുള്ളവരെ, അന്നത്തെ ദിവസമാണ് പരിശുദ്ധമായ ഇസ്ലാമിന്റെ സമ്പൂർണത അറിയിച്ചുകൊണ്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വഹി എത്തിച്ചു കൊടുത്തത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക്. മാലാക ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ആകാശലോകത്തിന്റെ വാതിലുകൾ തുറന്നുകൊണ്ട് പ്രവാചക പ്രഭുവിന്റെ മുമ്പിലേക്ക് കടന്നു വരികയാണ്. അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ. ഇന്നത്തെ ദിവസം നിങ്ങളുടെ മതത്തെ നാം ഇതാ സമ്പൂർണമാക്കി തന്നിരിക്കുന്നു, നാം ഇതാ പരിശുദ്ധ ഇസ്ലാമിനെ മതമായി തൃപ്തിപ്പെട്ടു തന്നിരിക്കുന്നു എന്ന ഏറ്റവും വലിയ പ്രഖ്യാപനം മുഴങ്ങിക്കേട്ടത് അറഫയുടെ മൈതാനത്ത് വെച്ചായിരുന്നു. ഇന്നലകളിൽ മക്കയുടെ മണലാരണ്യത്തിൽ കടന്ന് പീഡനങ്ങൾ അനുഭവിച്ചതിന്, ആ മക്ക രാജ്യത്ത് നിന്ന് നാട് വിടേണ്ടി വന്നതിന്, കഷ്ടപ്പാടുകൾ സഹിക്കേണ്ടി വന്നതിന്, ആക്ഷേപങ്ങളും അധിക്ഷേപങ്ങളും സഹിക്കേണ്ടി വന്നതിന് എല്ലാത്തിനും അറുതിയായിരിക്കുന്നു. സമരമുഖങ്ങളിലേക്ക് നിർബന്ധപൂർവം എടുത്തെറിയപ്പെട്ടത്, കഷ്ടപ്പാടുകൾ സഹിച്ചത്, ഒരുപാട് അനുയായികളുടെ ജീവൻ പോലും അപഹരിക്കപ്പെട്ടത്, സ്വത്തുക്കൾക്ക് നാശം സംഭവിച്ചത്, എല്ലാത്തിനും പരിഹാരമായിരിക്കുന്നു. എന്തിനു വേണ്ടിയാണോ, ഏതൊരു ദൗത്യത്തിന് വേണ്ടിയാണോ, ഏതൊരു സന്ദേശത്തിന്റെ പ്രചരണത്തിന് വേണ്ടിയാണോ
എന്താണോ പരിശുദ്ധ റസൂലും സഹാബാക്കളും കഷ്ടപ്പെട്ടത്, ആ കഷ്ടപ്പാടിന് മൊത്തവും പരിഹാരം നൽകിക്കൊണ്ട് 23 വർഷക്കാലത്തെ പ്രവാചകന്റെ പ്രബോധനത്തിന്റെ പരിസമാപ്തിയും പരിപൂർണതയും അറിയിച്ചുകൊണ്ട് വിശുദ്ധമായ ഖുർആൻ പറയുന്നു, അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ. ഈ സന്ദേശം കേട്ടതും അറഫയുടെ ദിവസമാണ്.